തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന ഗ്രാമത്തിൽ വിവിധയിനം കൃഷിയിലൂടെ പൊന്നു വിളയിക്കുകയാണ് ജമീല ബീവിയും മകൾ ഷാലിഫ ബീവി. നമസ്കാരം. കൃഷിദർശനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ നന്നാട്ടുകാവിലെ ജമീല ബീവിയുടെ കൃഷിയിടത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. നമുക്ക് ജമീല ചേച്ചിയുടെ കൃഷിരീതികളെ പറ്റി ചോദിച്ചറിയാം. സ്വന്തമായുള്ള 35 സെന്റ് സ്ഥലത്താണ് ഇവർ വിവിധയിനം കൃഷി ചെയ്യുന്നത്. പ്രകൃതിദത്തമായി ലഭിച്ച വളക്കൂറുള്ള മണ്ണും അനുകൂല കാലാവസ്ഥയും അടിസ്ഥാനമാക്കി ചെയ്യുന്ന കൃഷി ഏറെ ആദായകരമാക്കി നടത്തിവരും. കുന്നിൻ ചെരുവിനെ പല തട്ടുകളാക്കിയ ശേഷം ചാലുകൾ കീറി ജലസേചനത്തിന് ഉതകും വിധമാണ് നിലമൊരുക്കൽ. 35 സെന്റിൽ 1 ഇഞ്ച് ഭൂമി പോലും പാഴാകാത്ത തരത്തിൽ വിവിധയിനം കൃഷി പരീക്ഷണങ്ങളാണ് ഈ പാരമ്പര്യ കൃഷിക്കാരി അനുവർത്തിക്കുന്നത്. മികച്ച കൃഷിക്കാരനായിരുന്ന ഭർത്താവിൽ നിന്നും ലഭിച്ച ജൈവ കൃഷി രീതികളും നാട്ടറിവുകളും ഒരുപോലെ അനുവർത്തിക്കുന്ന ഈ ഉമ്മ കേരളത്തിലെ മറ്റു വനിതാ കർഷകരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പുറംപണിക്കാരെ ആശ്രയിക്കാതെ വെളുപ്പിനെ 4 മണി മുതൽ രാത്രി വരെയും ഈ ഉമ്മ കൃഷിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു. കൃഷിയിൽ സഹായിക്കാൻ നിഴൽ പോലെ മകൾ ഷാലിഫയും. എത്ര സെന്റ് സ്ഥലത്താണ് ഉമ്മ കൃഷി ചെയ്യുന്നത്? 35 സെന്റ് സ്ഥലത്താണ് കൃഷി. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? ഇവിടെ കൃഷി പ്രധാന ഇഞ്ചി, വാഴ, ഫുൾ കൃഷി. ഇഞ്ചി എത്ര മൂട് ഇഞ്ചിയാണ് ഉമ്മക്ക്? ഇഞ്ചി ആദ്യം 1 കിലോ ഇഞ്ചിയാണ് നട്ടത്. ഇപ്പൊ അത് 10-15 രൂപ ഇഞ്ചി വിളവെടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ നടുന്ന രീതി? നടുന്നത് കുടി വെട്ടി കൂട്ടി ഇഞ്ചി നട്ടുകൊണ്ട് ചാണാപ്പൊടി ഇഷ്ടംപോലെ പൊടി ചാണകം തള്ളും, ഇട്ട് പറച്ചണയ്ക്കും. അല്ലാതെ വേറെ വരവൊന്നും ഇടുന്നില്ല. പുറത്തുനിന്നുള്ള ഒരു വരവും ഇടില്ല. ചാണകം കൊണ്ടുള്ള കൃഷിയാണ്. ഇതിന്റെ ഈ വിൽപ്പന ഇപ്പം ഉമ്മ തന്നെ നേരിട്ട് ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും. അല്ല മാർക്കറ്റിൽ കൊണ്ടുപോകില്ല. ഇതിന് ലാഭം തന്നെയാണല്ലേ? പിന്നെ വളരെ ലാഭമുണ്ട്. ഇവിടെ വളർത്തുന്ന പുല്ലിന്റെ പരിപാലന രീതി ഒന്ന് പറയാമോ? പുൽകൃഷി സ്വന്തമായിട്ടാണ് നടന്നത്. പുല്ല് ഇളക്കി നട്ടും കൊണ്ട് ഒരേ കുട്ട ചാണകം ഒരേ പുല്ല് മൂട്ടിൽ കൊടുക്കും. അല്ല പുറത്തുനിന്നുള്ള ഒന്നുമില്ല. ഈ ജൈവ വളം തന്നെ കൊടുക്കണത്. ഇത് ഇവിടത്തെ ആവശ്യത്തിനായിട്ടാണ്? ഇത് ഇവിടത്തെ ആവശ്യത്തിനായിട്ടാണ്. ഈ പശുക്കൾക്ക് കൊടുക്കാൻ 5 പശുക്കളുണ്ട്. 5 പശുക്കൾ അല്ലേ? ഉമ്മ തന്നെയാണോ ഇതിനെയൊക്കെ നോക്കുന്നത്? അതോ ഞാനൊരു മകളുമായിട്ടാണ് നോക്കണത്. പാല് പുറത്ത് കൊടുക്കൂല. വെളിയിൽ നിന്ന് ആള് വന്ന് അവര് വാങ്ങിച്ചോണ്ട് പോകും. അല്ലാതെ ഈ സൊസൈറ്റി കൊടുക്കില്ല. ഈ പറമ്പിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. തെങ്ങ്, വാഴ, റബ്ബർ, ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ എന്നിവയും വളർത്തു പശുക്കൾക്കാവശ്യമായ തീറ്റപ്പുൽ കൃഷിയും ഇവിടെ പരിപാലിക്കുന്നു. ക്യാൻസറിന് പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ളതെന്ന് പറയപ്പെടുന്ന മുള്ളാത്ത, അഗസ്ത്യചീര, വീട്ടാവശ്യത്തിനുള്ള കറിവേപ്പില മുതൽ കാന്താരി മുളക് വരെയുള്ള വിവിധ ഇനം പച്ചക്കറികളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്തരം പച്ചക്കറികൾക്ക് വീടിനു ചുറ്റും ആവശ്യക്കാർ ഏറെയാണ്. ഇതിന് നല്ല വിലയും ലഭിക്കുന്നുണ്ട്. സുഗന്ധയിനമായ ഇഞ്ചിയാണ് ഇവിടത്തെ മറ്റൊരു പ്രധാന കൃഷി. നിലമൊരുക്കിയ ശേഷം അടിവളമായി പച്ചില വളവും മറ്റു ജൈവവളങ്ങളും ഇടകലർത്തിയിട്ട ശേഷം വാരം കോരി അതിൽ ചെടികൾ നടുകയാണ് പതിവ്.
പൊതുവെ കീടങ്ങളുടെ ആക്രമണമോ മറ്റു രോഗങ്ങളോ കണ്ടുവരാറില്ലാത്ത ഈ ഒന്നാന്തരം തനി നാടൻ ഇഞ്ചിക്ക് നല്ല സ്വാദും ഗുണവും ഏറെയാണ്. ആവശ്യക്കാർ സ്ഥലത്തെത്തി മൊത്തമായി വാങ്ങുകയാണ് പതിവ്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് വിളവെടുപ്പ്. ഒരു സീസണിൽ ശരാശരി 15,000 മുതൽ 17,000 രൂപ വരെ ആദായം ഇഞ്ചിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പറമ്പിൽ ചെയ്യുന്നതിനു പുറമെ മറ്റാരും പരീക്ഷിക്കാത്ത തരത്തിൽ ഒരു അലങ്കാരമെന്ന വണ്ണം വീടിനു ചുറ്റും ചെടിച്ചട്ടികളിലും ഇഞ്ചി നട്ടിരിക്കുന്നത് ഏറെ കൗതുകം തരുന്ന കാഴ്ചയാണ്. പറമ്പിന്റെ താഴെത്തട്ടിലാണ് പുൽകൃഷിയുള്ളത്. അതും വളരെ ഭംഗിയായിട്ടാണ് നട്ടുവളർത്തിയിരിക്കുന്നത്. പശുത്തൊഴുത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഓടകൾ വഴി ഒഴുകി വരുന്ന ജൈവ അവശിഷ്ടമാണ് പ്രധാന വളം. ഒരു മൂടിൽ നിന്നും 3 വർഷം വരെ പുല്ലറക്കാൻ കഴിയും. പിന്നീട് പറമ്പിന്റെ മറ്റൊരു ഭാഗത്ത് പുതിയ ചെടികൾ നട്ടുപിടിക്കും. ഇടവിട്ടുള്ള കൃഷിരീതി കാരണം സ്വന്തം പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് എല്ലാ കാലത്തും ഇവിടെ സുലഭമാണ്. പോഷകഗുണം ഏറെയുള്ള CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പശുവിന് ഏറെ പ്രിയമുള്ള ഈ തീറ്റപ്പുല്ല് അറുത്തെടുത്തതിനു ശേഷം വെട്ടിയരിഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി കൊടുക്കുകയാണ് പതിവ്. 5 പശുക്കളിൽ നിന്നായി ശരാശരി 50 ലിറ്റർ പാലാണ് നിത്യേന ലഭിക്കുന്നത്. ഉമ്മയും മകളും പശുവിനെ മാറി മാറി കറക്കുന്നതിനാൽ അധ്വാനഭാരം കൂടുന്നില്ല. കറവയ്ക്ക് വേണ്ടി പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിന് ഉമ്മയ്ക്കൊരു കാരണവുമുണ്ട്. പല വീടുകളിൽ പല പശുക്കളെ മാറി മാറി കറക്കുന്ന കറവക്കാർ വഴി സ്വന്തം പശുക്കൾക്ക് അകിട് രോഗം വരാൻ സാധ്യതയുണ്ട്. ശുദ്ധമായ പാൽ ലഭിക്കണമെങ്കിൽ വൃത്തിയുള്ള പശുവും അതിനുള്ള അന്തരീക്ഷവും ഉണ്ടാവണമെന്നാണ് ഉമ്മയുടെയും മകളുടെയും പക്ഷം. അതിനാൽ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത നല്ല ശുദ്ധജലത്തിൽ പശുക്കളെ 2 നേരം കുളിപ്പിക്കുന്നു. ഗോപരിപാലനം പ്രധാനമായി നോക്കുന്നത് ഷാലിഫയാണ്. കൃഷിയോടുള്ള പ്രേമം കാരണം കോളേജ് വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മകൾക്ക് നിർത്തേണ്ടി വന്നു. മറ്റേത് ജോലിയെക്കാളും സംതൃപ്തി തരുന്നത് കൃഷി തന്നെയാണെന്ന് ഉമ്മയും മകളും ഉറച്ചു വിശ്വസിക്കുന്നു. പശുക്കൾക്ക് പ്രധാനമായിട്ട് എന്തൊക്കെ തീറ്റയാണ് ഉമ്മ കൊടുക്കുന്നത്? തീറ്റ എല്ലാം പിണ്ണാക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അതിൽ വളരെ കുറച്ചേ ബാക്കി തീറ്റ കൊടുക്കാവൂ, ജെയ്സിയും കൊടുക്കാവൂ. പിന്നെ സ്വല്പം കൂടെ അളവ് കൂട്ടി കൊടുക്കണം. പരുത്തി പിണ്ണാക്ക്, ഈ 4 തീറ്റയാണ് കൊടുക്കുന്നത്. ഉമ്മ തന്നെയാണോ കറക്കാൻ? അവിടെ കറക്കാൻ നമ്മൾ സ്വന്തമായിട്ടാണ് കറങ്ങണത്. നമ്മളിപ്പം വെളിയിൽ നിന്ന് ആളൊന്നും വിളിച്ച് കറവയില്ല. അപ്പം വെളിയിൽ നിന്ന് ആൾ വന്ന് കറന്നാൽ അവർ നേരെ ചൊവ്വേ കൈ കഴുകില്ല. വേറൊരു പശുക്കളെ ഉണ്ടെങ്കിൽ അനാവത്താണെങ്കിൽ അവർ വന്നിട്ട് കറക്കാമെങ്കിൽ നമ്മളെ പശുവിന് അകടിൽ രോഗം വരും. അപ്പം നമ്മളങ്ങനെ വളരെ ഇതായിട്ട് നമ്മളിപ്പോൾ സ്വന്തമായിട്ട് കറക്കും. പശുത്തൊഴുത്തിന്റെ നിർമ്മാണ രീതി എങ്ങനെയാണ്? കാറ്റും വെളിച്ചവും ഒക്കെ കിടക്കുന്ന രീതിയിൽ തന്നെയാണ്? തന്നെ പുറത്തുനിന്നുള്ള കാറ്റ് കിട്ടും. പിന്നെ ഇത് വൃത്തി എന്നും ഈ പശുവിനെ കുളിപ്പിച്ചിട്ട് കരി എല്ലാം കോരി ചാണകം കോരി മാറ്റും. ഇവിടെ ഒരുപാട് വൃത്തിയായിട്ട് കിടക്കും. ഉമ്മ ഈ പശു കൃഷി അല്ലാതെ വേറെ എന്തൊക്കെ ഇവിടെ ഉമ്മ കൃഷി ചെയ്യാറുണ്ട്? വാഴ കൃഷി ചെയ്യാറുണ്ട്. വാഴ പിന്നെ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട്. പുൽകൃഷി. വാഴ എത്ര ഇനം വാഴകളുണ്ട് ഉമ്മയ്ക്കിവിടെ? വാഴ രസകദളി വാഴയുണ്ട്, കപ്പ വാഴയുണ്ട്, ഏത്ത വാഴയുണ്ട്, പാളയംതോടം വാഴയുണ്ട്, പൂവൻ വാഴയുണ്ട്. ഇതിനെങ്ങനെയാ വളപ്രയോഗമൊക്കെ എങ്ങനെയാ? ഇത് വളം കൊടുക്കുന്നത് ഈ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത്. പുറത്തുനിന്നുള്ള വളമൊന്നും കൊടുക്കുന്നില്ല. ഇല്ല, രാസവളം കൊടുക്കാറില്ല. ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് ഉമ്മയ്ക്ക് എന്താണ് ഇത് പറയാനുള്ളത്, ഒരു ഉപദേശം എന്നുള്ളത്? ഇതുപോലെ എല്ലാവരും കൃഷി ഇറക്കണം, കൃഷി ഇറക്കി ജീവിക്കണം. രസകദളി, പൂവൻ, പടറ്റി, പാളയംതോടൻ എന്നിവയ്ക്ക് പുറമെ നാടൻ ഇനത്തിലുള്ള നേന്ത്രവാഴയും ഇവിടെ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നു.
പശുവിനെ ഡെയിലിയും കുളിപ്പിക്കണം. ഇന്ന് കുളിപ്പിച്ചില്ലെങ്കിൽ നാളെ 2 ലിറ്റർ പാല് പോവും. സത്യമായിട്ട് 2 നേരമായിട്ട് 1 ലിറ്റർ പാല് നമുക്ക് കുറവാണ്. അതുകൊണ്ട് നമ്മൾ കുളിപ്പിക്കാതിരിക്കാൻ ഒക്കില്ല. പൈസ പോകും. പിന്നെ നമുക്ക് അതിൽ നല്ല അരി വാങ്ങിക്കാൻ കിട്ടുമോ? അതുകൊണ്ട് ആ പശുവിനെ കെട്ടണം. ഇങ്ങനെ പറ്റൂ. പശു ഇല്ലാതിരിക്കാൻ പറ്റും. എന്ത് ചെയ്യും? പണത്തിന് വലിച്ചു തിന്നാൻ പറ്റും. ഉമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നോട്ട് കീറി തിന്നാൽ വിശപ്പ് മാറുന്നു. ഇല്ല, വിശപ്പിനെ അതിജീവിക്കണമെങ്കിൽ അധ്വാനം വേണം. അതിനുള്ള മനസ്സ്. കൃഷി എന്നാൽ അതൊരു പ്രാർത്ഥനയും സമർപ്പണവുമാണ്. ഇന്ത്യൻ കാർഷിക സമ്പത്തിനെ മുൻനിരയിലെത്തിക്കാൻ തങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്ന നിശബ്ദ മുദ്രാവാക്യമാണ് ഈ ഉമ്മയും മകളും മുന്നോട്ട് വയ്ക്കുന്നത്. പുഷ്പകൃഷിക്ക് ഏറെ സാധ്യതകളുള്ള ഒരു മേഖലയായി കാർഷിക കേരളം മാറിയിരിക്കുന്നു. പുഷ്പാലങ്കാരങ്ങളില്ലാത്ത മംഗളകർമ്മങ്ങൾ മലയാളിക്ക് സങ്കല്പിക്കാൻ പോലുമാവില്ല. പുതിയ കാലത്തിന്റെ ഈ സാധ്യത തിരിച്ചറിഞ്ഞ് പുതുതലമുറ കർഷകർ പൂപ്പാടങ്ങളിലേക്ക് സധൈര്യം കടന്നുവരുന്നു. അവരിൽ ഒരാളാണ് തൃശൂർ തൊയ്ക്കാവ് സ്വദേശിയായ ജോണി തോമസ്. ഓർക്കിഡ്, ആന്തൂറിയം, ഹെലിക്കോണിയ, യുഫോബിയ, അഡീനിയം തുടങ്ങി നിരവധി വിദേശ പുഷ്പങ്ങൾ ജോണി തോമസിന്റെ ഉദ്യാനത്തിന് വർണ്ണഭംഗി നൽകുന്നു. 1 ഏക്കർ ഭൂമിയിലാണ് ഈ പുഷ്പകൃഷി തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിൽ ഹെലിക്കോണിയുണ്ട്, ആന്തൂറിയുണ്ട്, ഓർക്കിഡ് ഉണ്ട്, അഡീനിയുണ്ട്, ഇലച്ചെടികളുണ്ട്, പിന്നെ യുഫോബിയുണ്ട്, കിളികളുണ്ട്, അലങ്കാര കോഴികളുണ്ട്, കോഴികളുണ്ട്. പിന്നെ ഈ പറമ്പിൽ മാവുകൾ, തെങ്ങ്, പിന്നെ ഞാൻ അത്യാവശ്യം പച്ചക്കറി വളർത്തുന്നുണ്ട്. പുഷ്പകൃഷി ജീവിതവൃത്തിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തത് കുറ്റിമുല്ല കൃഷിയായിരുന്നു. മുല്ലകൃഷി പരാജയപ്പെട്ടെങ്കിലും പൂക്കളെ കൈവിടാൻ ജോണിയെ വിട്ടകലാൻ പൂക്കളും അടിച്ചു. തുടർന്ന് കട്ട് ഫ്ലവറിന്റെ സാധ്യത തിരിച്ചറിഞ്ഞ ജോണി കട്ട് ഫ്ലവർ വിപണിയെ ലക്ഷ്യം വെച്ച് പുഷ്പകൃഷി തുടങ്ങി. എനിക്ക് ചെറുപ്പം കാലം മുതലേ പൂക്കൾ വളരെ സ്നേഹമുള്ള ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ നാടൻ ചെടികളായ ചെട്ടിപ്പൂവ്, നമ്പാരവട്ടം അങ്ങനെ തുടങ്ങി ഇവിടെ പോകുന്ന ആൾക്കാരെ മുഴുവൻ ഇത് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അന്നത്തെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരുവിധം ചെടികളൊക്കെ ഞാൻ നാട്ടുചെടികൾ വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഊർജ്ജം എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായി. അതൊരു തുടക്കമായി എന്ന് കരുതാം. പല നിറങ്ങളുള്ള ആന്തൂറിയത്തിന് നല്ല വിപണി മൂല്യമുണ്ട്. ഇളം ചൂടുള്ള ആർദ്രമായ അന്തരീക്ഷവും തണലും ആന്തൂറിയം കൃഷിക്ക് അത്യാവശ്യമാണ്. ചെടി നട്ട് 8 മാസം കഴിയുമ്പോൾ സാധാരണയായി ആദ്യ പൂ വിരിയും. പക്ഷേ വിപണി മൂല്യമുള്ള വലിപ്പമുള്ള പൂക്കളുണ്ടാവാൻ 3 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. കേരളത്തിൽ കാലാവസ്ഥയിൽ ലളിതമായ പരിചരണം കൊണ്ട് സംരക്ഷിക്കാൻ കഴിയുന്നവയാണ് ഓർക്കിഡുകൾ. ഇവയ്ക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ്. അമിതമായ വളപ്രയോഗവും ജലസേചനവും ഓർക്കിഡ് ചെടികൾക്ക് ദോഷം ചെയ്യും. തൊണ്ടുകളിലും സുഷിരങ്ങളുള്ള ചട്ടികളിലുമാണ് ഇവ നടാറുള്ളത്. വേരുകളിൽ ആർദ്രത നിലനിർത്താൻ ഓടിന്റെ കഷണങ്ങൾ, മരക്കരി, ഇഷ്ടിക കഷ്ണങ്ങൾ, മരക്കഷണങ്ങൾ ഇവ ചട്ടിയിലിട്ടാണ് ഓർക്കിഡുകൾ നടാറുള്ളത്. ഗോമൂത്രം, ചാണകം, സ്യൂഡോമോണാസ് എന്നീ ജൈവവളങ്ങളാണ് സാധാരണയായി ചെടികൾക്ക് ഉപയോഗിക്കാറ്. ദീർഘകാലം നിലനിൽക്കുന്ന യുഫോബിയയും ഹെലിക്കോണിയയും പൂവണിഞ്ഞ് നിരന്നു നിൽക്കുന്ന കാഴ്ച കാണികളുടെ കണ്ണിന് കുളിര് പകരുന്നു. ആഘോഷ ചടങ്ങുകളിൽ അലങ്കാരമായി ഉപയോഗിക്കുന്ന ഓർണമെന്റൽ പൈനാപ്പിൾ ഇവിടെയുണ്ട്. ബഡ് ചെയ്ത തൈകൾ പ്രത്യേകം തയ്യാറാക്കിയ ചട്ടികളിൽ നട്ട് അധികം ഉയരം വയ്ക്കാതെ പരിപാലിച്ചിരിക്കുന്നു. വിദേശ പുഷ്പങ്ങൾക്ക് പുറമെ സ്വദേശികളായ പനിനീർ പൂവും മുല്ലയും വാടാമല്ലിയും ഇവിടെ പൂവണിഞ്ഞ് പുഞ്ചിരിക്കുന്നു. പിറവിയെടുക്കാത്ത മക്കൾക്കു വേണ്ടി മാറ്റിവെച്ച മുഴുവൻ സ്നേഹവും ജോണി തോമസും ഭാര്യയും ഈ ചെടികൾക്ക് നൽകുന്നു. ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആയിട്ട്
കുറേ കാലം അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പിന്നീട് അതിന് റിസൾട്ട് ഇല്ല എന്നുള്ള ഇത് വന്നു. അപ്പം എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പിന്നെ ഈ പുഷ്പകൃഷിയിലേക്ക് വന്നത്. അപ്പോൾ തുടക്കം ഞങ്ങൾ ആന്തൂറിയത്തിലായിരുന്നു. അപ്പോൾ അതിനൊരു ഇൻസ്പിറേഷനായത് തിരുവനന്തപുരത്ത് ഒരു ജോൺ മാഷ്ടെ പ്രോഗ്രാം കൃഷിയുടെ TV കണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ രണ്ടുപേരും ഇതിൽ ഇൻവോൾവ്ഡ് ആയത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു തപസ് പോലെ ഞങ്ങൾ ഈ കൃഷി കൂടെ കൊണ്ട് നടക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാം, ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഒരു ദൈവസ്പർശമുള്ളൊരു ഇതായിട്ട് എനിക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്. മറ്റേതൊരു ഇത് ചെയ്യുമ്പോഴും കിട്ടാത്ത എന്തോ ഒരു അനുഭവം കൃഷിയിലുണ്ട്. ഇപ്പോൾ കാലത്ത് ഞങ്ങൾ ഇതിനുള്ളിലൊക്കെ വരുമ്പോൾ ചെടികൾ ഞങ്ങളെ കാണുമ്പോൾ തലയാട്ടും, കാരണം അവർക്കൊരു വ്യത്യാസം അനുഭവപ്പെടുന്ന പോലെ എനിക്ക് അത് ശരിയാണോ എന്നറിയില്ല. എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. 2013 സംസ്ഥാന സർക്കാരിന്റെ ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് നേടിയ ഈ കർഷകൻ ചെടികൾക്ക് പുറമെ അലങ്കാര പക്ഷികളും കോഴികളും വളർത്തുന്നുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ പിച്ചവറ്റി തുടങ്ങിയ ഡോണി തോമസിന്റെ പുഷ്പവ്യാപാരം ഇന്ന് കേരളത്തിനകത്തും പുറത്തും വ്യാപിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിന്റെ പടവുകൾ കയറുന്ന ഈ കർഷക ദമ്പതികൾ കാർഷിക കേരളത്തിന്റെ പുതിയ പ്രതീക്ഷയായി മാറിയിരിക്കുന്നു. അടുത്ത 5 ദിവസത്തിലെ കാലാവസ്ഥ. അടുത്ത 3 ദിവസങ്ങളിൽ കേരളത്തിലെ പല ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിന് 8 മുതൽ 10 കിലോമീറ്റർ വരെ ആയിരിക്കും. ഉയർന്ന താപനില 32-നും 33-നും ഇടയിലായിരിക്കും. കുറഞ്ഞ താപനില 24-നും 25-നും ഇടയിലായിരിക്കും. കാർഷിക നിർദ്ദേശങ്ങൾ. കേരളത്തിൽ അടുത്ത 3 ദിവസം പല ജില്ലകളിലും മഴയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃഷികൾക്ക് വേണ്ടി വളവും മരുന്ന് തളിക്കുന്നതും നീട്ടിവെക്കുക. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നെല്ലിൽ ചാഴിയുടെ ആക്രമണം പ്രതീക്ഷിക്കാം. ചാഴിയുടെ ആക്രമണം കണ്ടെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് 3 ml per ലിറ്റർ വെള്ളത്തിൽ തളിക്കുക. അല്ലെങ്കിൽ മാലാത്തിയോൺ 3 ml 1 ലിറ്റർ വാട്ടറിൽ തളിക്കുക. മുണ്ടക്കൻ കൃഷിയുടെ നടുന്നതും നഴ്സറി നടുന്നത് തുടങ്ങാം. നഴ്സറി തയ്യാറാക്കുന്നതിന് 1 കിലോഗ്രാം വിത്തിന്റെ കുതിർക്കുന്ന വെള്ളത്തിൽ 10 ഗ്രാം സ്യൂഡോമോണ കൾച്ചർ ചേർത്ത് മിശ്രിതത്തിൽ കുതിർത്തി വെക്കുക. കുതിർത്ത് വെച്ച വിത്തുകൾ തയ്യാറാക്കിയ പാടശേഖരങ്ങളിൽ നഴ്സറിക്ക് വേണ്ടി വിതയ്ക്കുക. 6 ദിവസം കഴിഞ്ഞ് ഞാറ്റടിയിൽ വെള്ളം കയറ്റാം. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മുണ്ടക്കൻ കൃഷിക്ക് വേണ്ടിയുള്ള ഞാറുകൾ നടുന്നതിന് സമയമായി. 6 ദിവസം ഞാറ് നട്ടുകഴിഞ്ഞ് നഴ്സറിയിൽ വെള്ളം കയറ്റുക. നേന്ത്രൻ വാഴ നടുന്നതിന് ഇപ്പോൾ സമയം അനുകൂലമാണ്. ആയതിനാൽ തയ്യാറാക്കിയ കുഴികളിൽ കന്നുകൾ നടുക. മാണപ്പുഴുവിനെ ചെറുക്കുന്നതിന് വേണ്ടി കന്നുകൾ 3 ml ക്ലോറോഫൈറോഫോസ് മിക്സ്ചർ വെള്ളത്തിൽ കലക്കി ആ വെള്ളത്തിൽ മുക്കി കന്നുകൾ നടുക. ശീതകാല പച്ചക്കറികൾ വിത്തുൽപാദനത്തിന് വേണ്ടി നടുന്നതിന് സമയം അനുകൂലമാണ്. ആയതിനാൽ കർഷകർ ശീതകാല പച്ചക്കറികൾ നടുക. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। KSFE ഭാഗ്യവർഷ ചിട്ടികൾ 2015. ഒരിക്കലും മലയാളി ഓണം മറക്കില്ല. KSFE ചിട്ടികളും KSFE വിശ്വസ്തം, സുരക്ഷിതം. നമസ്കാരം.
ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 84 ഫാം സ്കൂളുകൾ ആരംഭിക്കുന്നു. കശുമാവ് കൃഷിക്ക് ധനസഹായം. മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്ത് ഈ വർഷം 84 ഫാം സ്കൂളുകൾ ആരംഭിക്കും. നിലവിൽ മികച്ച മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫാമുകളെയാണ് സ്കൂളുകളാക്കി മാറ്റുന്നത്. ഫാം സംരംഭകർക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഫാമുകൾ നവീകരിക്കുന്നതിനും ശാസ്ത്രീയ മൃഗസംരക്ഷണ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിനുമാണ് സഹായം നൽകുന്നത്. പശു വളർത്തൽ, മുയൽ വളർത്തൽ, ആട് വളർത്തൽ, പുൽകൃഷിത്തോട്ടം, സംയോജിത മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഫാം സ്കൂളുകളുടെ സഹായം ലഭിക്കും. ആട്, മുയൽ ഫാമുകൾക്ക് 25,000 രൂപ വീതവും പന്നി ഫാമുകൾക്ക് 50,000 രൂപയും പശു വളർത്തലിന് 1 ലക്ഷം രൂപയും സബ്സിഡി ലഭിക്കും. പദ്ധതിയുടെ വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർമാരുമായോ താലൂക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന മേഖലാ ബീജസങ്കലന കേന്ദ്രങ്ങളിലെ അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർമാരുമായോ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ വാഴ, ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ മികച്ച ടിഷ്യൂ കൾച്ചർ തൈകൾ ലഭ്യമാണ്. നേന്ത്രൻ, ഫിംഗൽ നേന്ത്രൻ, ചുവന്ന കപ്പവാഴ, കദളി, റോബസ്റ്റ എന്നിവയുടെ തൈകൾ 10 രൂപ നിരക്കിൽ കർഷകർക്ക് ലഭിക്കും. 22ഓളം ആന്തൂറിയം ഇനങ്ങളും എമാവൈറ്റ്, ഡെൻഡ്രോബിയം തുടങ്ങിയ ഓർക്കിഡ് ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കുകളും സെന്ററിൽ നിന്ന് ന്യായവിലയ്ക്ക് ലഭിക്കും. കശുമാവ് പുതിയ കൃഷിക്കും പുനർകൃഷിക്കും കശുമാവ് കൃഷി വികസന ഏജൻസി ധനസഹായം നൽകുന്നു. കശുമാവ് നഴ്സറി ഉണ്ടാക്കാൻ പരമാവധി 4 ഹെക്ടർ സ്ഥലത്തുള്ള മുഴുവൻ ചെലവും ഏജൻസി വഹിക്കും. 18 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ വകയിരുത്തുന്നത്. കശുമാവ് തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് ഒരു വ്യക്തിക്ക് പരമാവധി 2 ഹെക്ടർ വരെ 15,000 രൂപ ഒറ്റത്തവണ സബ്സിഡി ലഭിക്കും. ഇതുകൂടാതെ വനം വകുപ്പിന്റെ എന്റെ മരം, തീരവനം പദ്ധതികളിൽ കശുമാവിനെ ഉൾപ്പെടുത്തി പുതിയ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് 20,000 രൂപ സഹായം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446307456. റബ്ബർ ബോർഡ് ലഭ്യമാക്കുന്ന സബ്സിഡി വളങ്ങൾ ആവശ്യമുള്ള കർഷകർ മഞ്ഞുമല റബ്ബർ ഉൽപാദന കേന്ദ്രവുമായി ഈ മാസം 15-ാം തീയതിക്കകം ബന്ധപ്പെടേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547427979. ബാലരാമപുരം കട്ടച്ചക്കുഴിയിൽ പ്രവർത്തിക്കുന്ന നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ പന്നിയൂർ, കരിമുട എന്നീ കുരുമുളകിനങ്ങളുടെ നടീൽ വളികളും കമുകിൻ തൈകളും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0412400621. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15, 16, 17 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും 20, 21 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും 29-ാം തീയതി കാട വളർത്തലിലും സൌജന്യ പരിശീലനം നൽകുന്നു. ഫോൺ നമ്പർ 0412732918. തിരുവനന്തപുരത്തെ പാങ്ങോട് മൃഗാശുപത്രി മുഖേന ഈ മാസം 15-ാം തീയതി 45 മുതൽ 90 ദിവസം വരെ പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാവുന്ന ഫോൺ നമ്പറുകൾ 9447699029, 9446345546. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 11,600 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 10,500 രൂപ, കൊപ്ര കൊച്ചി 7,230 രൂപ, കൊപ്ര കോഴിക്കോട് 7,550 രൂപ, കൊപ്ര തൃശൂർ 7,040 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,800 രൂപ, ചുക്ക മീഡിയം 18,500 രൂപ, ചുക്ക് ബസ്റ്റ് 20,000 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, മഞ്ഞൾ ഈറോഡ് 8,000 രൂപ, അടയ്ക്ക പുതിയത് 21,000-നും 24,000-നും മധ്യേ.
കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,350 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 10,700 രൂപ, കൊപ്ര 7,230 രൂപ, പിണ്ണാക്ക് എക്സ്പെൽ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,800 രൂപ, ചുക്ക് മീഡിയം 18,500 രൂപ, ചുക്ക് ബസ്റ്റ് 20,000 രൂപ, അടയ്ക്ക പുതിയത് 21,000-നും 24,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 200-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 370-നും മധ്യേ, ജാതിപത്രി തൊണ്ടില്ലാത്തത് 550-നും 900-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 775 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ, ഒട്ടുപാൽ 7,800 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ ഹൈറേഞ്ച് കുരുമുളക് വില വീണ്ടും വർദ്ധിച്ചു. ഗാർബിൾഡ് മുളകിന് 200 രൂപ ഉയർന്ന് 66,800-ലാണ് ഇടപാടുകൾ തുടങ്ങിയത്. ഉത്സവവേളയിലെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് അന്തർ സംസ്ഥാന വ്യാപാരികൾ മുളക് ശേഖരിക്കുന്നത്. ഏലക്ക പ്രവാഹം തുടരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചെറുതും വലുതുമായ ലേല കേന്ദ്രങ്ങളിലേക്ക് വൻതോതിൽ ചരക്കെത്തി. കൊച്ചിയിൽ ഇന്ന് 79,663 കിലോ ഏലക്ക ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 950 രൂപയിലാണ്. രാജ്യത്തെ പ്രമുഖ ടയർ നിർമ്മാതാക്കൾ മുഖ്യ റബ്ബർ മാർക്കറ്റുകളിൽ നിലയുറപ്പിച്ചെങ്കിലും അവർ ഷീറ്റ് വില ഉയർത്തിയില്ല. റബ്ബർ ഉൽപാദനം കുറഞ്ഞതിനാൽ കാർഷിക മേഖലകളിൽ നിന്നുള്ള ഷീറ്റ് വരവ് ചുരുങ്ങി. 4ാം ഗ്രേഡ് കിലോയ്ക്ക് 115 രൂപയിലാണ്. ഉൽപാദകരെയും സ്റ്റോക്കിസ്റ്റുകളെയും നിരാശരാക്കി ചുക്കിന് വീണ്ടും 500 രൂപ ഇടിഞ്ഞു. വിൽപ്പന സമ്മർദ്ദമില്ലെങ്കിലും ആവശ്യക്കാർ കുറഞ്ഞതിനാൽ മികച്ച ഇനം ചുക്ക് 20,000-ലേക്ക് താഴ്ന്നു. മലബാർ മേഖലയിൽ ഇന്ന് കൊപ്ര വില താഴ്ന്നു. അതേസമയം സംസ്ഥാനത്തെ മറ്റു വിപണികൾ സ്റ്റഡി നിലവാരത്തിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 26.1. കൊച്ചി 31.2, 24. ആലപ്പുഴ 33.5, 23.9. പുനലൂർ 33.5, 23.5. തിരുവനന്തപുരം 32.4, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.